ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ നാഥ പഞ്ഞവും വസന്തകളും വേനലും അതികഠിനമായ ചൂടും പിശാചുക്കളുടെ ഉപദ്രവങ്ങളും ദുഷ്ടമനുഷ്യരുടെ അവഹേളനങ്ങളും നീങ്ങിപ്പോകുമാറാകണമേ. കർത്താവെ, എല്ലായ്പ്പോഴും നിന്നെ ഏറ്റുപറവാനും സ്തുതിപ്പാനും നിന്റെ കൃപയെ കൈക്കൊള്ളുവാനും ഞങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യണമേ. ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിതരെ 38-ാം സങ്കീർത്തനത്തിന്റെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയട്ടെ. ക്രിസ്തീയ സഭ നിർണയിച്ചിട്ടുള്ള 7 അനുതാപ സങ്കീർത്തനങ്ങൾ ഒന്നാണിത്. 6-ാം സങ്കീർത്തനത്തിന്റെ ആരംഭവും തന്നെയാണ് ഇതിനുമുള്ളത്. പാപബോധവും പശ്ചാത്താപവും ഇതിൽ മുറ്റി നിൽക്കുന്നതിനാൽ യഹൂദ സഭയിൽ പാപരിഹാര ദിവസത്തെ ആരാധന ഇതിൽ ആലപിച്ചിരുന്നു. വ്യക്തിവിലാപമാണെങ്കിലും ഇസ്രായേൽ ജനതയുടെ കഷ്ടപ്പാടുകളെ സൂചിപ്പിക്കുന്നതായിട്ടാണ് യഹൂദന്മാർ ഇത് വ്യാഖ്യാനിക്കുന്നത്. ദാവീദിന്റെ എന്നുള്ള ശീർഷകം ചോദ്യം ചെയ്യേണ്ടതില്ല. എന്നാൽ ദാവീദിന്റെ ജീവിതാനുഭവത്തിന് ഏത് സന്ദർഭമെന്ന് നിശ്ചയമില്ല. ഇതിൽ വിവരിക്കുന്ന പോലെ രോഗം തനിക്കുണ്ടായതിനെ പറ്റി വേറെ സൂചനയുമില്ല. നാഥാൻ പ്രവാചകൻ കടന്നു വന്ന് ദാവീദിനെ കുറ്റബോധം വരുത്തിയ സന്ദർഭത്തെ തുടർന്നുള്ള അവസ്ഥയായിരിക്കാം. ഏതായാലും ദാവീദ് രാജാവ് കഠിനമായി ശാരീരികാസ്വസ്ഥം അനുഭവിച്ചു എന്ന് നാം കാണുന്നു. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല, ഞാൻ ക്ഷീണിച്ചു, അത്യന്തം തകർന്നിരിക്കുന്നു, എന്റെ നെഞ്ചിടിക്കുന്നു, എന്റെ കണ്ണിന് വെളിച്ചം എനിക്കില്ലാതെയായി എന്നുള്ള വിവരണങ്ങൾ കണക്കെടുക്കുക. മനുഷ്യവർഗത്തിന്റെ തലവനും പ്രതിനിധിയുമായ യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാവങ്ങൾ വഹിച്ചപ്പോൾ ഈ സങ്കീർത്തകന്റെ അനുഭവത്തിൽ കൂടി കടന്നുപോയി എന്ന് നാം അറിയുന്നുവല്ലോ. പാപമില്ലാത്തവനായ ക്രിസ്തു പാപികൾക്ക് വേണ്ടി പീഡയും യാതനയും അനുഭവിക്കുകയായിരുന്നു ചെയ്തത്. ഈ സങ്കീർത്തനത്തെ മൊത്തമായി വിഭജിക്കുമ്പോൾ ദാവീദിന്റെ ദുസ്ഥിതി ഓർത്ത് ദൈവം തന്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഒന്നാമത്. 2, തന്റെ ദുസ്ഥിതിയെ പറ്റിയുള്ള വിവരണം. പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപവും പ്രത്യാശയും നിറഞ്ഞ പ്രാർത്ഥനയുമാണ് മൂന്നാമത്. 4, സമാപ പ്രാർത്ഥന വിടുതലിന് വേണ്ടിയുള്ളതാണ്. ഇതിലെ ഉള്ളടക്കം നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ ക്രോധം തന്റെ മേൽ പതിച്ചു, തന്മൂലം വളരെ കഷ്ടതയും വേദനയും സഹിക്കേണ്ടി വന്നു, ആരോഗ്യത്തിന് ഹാനി ഭവിച്ചു, അകൃത്യഭാരം തലയ്ക്ക് മീതെ ദുർവഹമായി താനാകെ തകർന്നു, അസ്വസ്ഥതകൾ ഏറെയാണ്, രാവും പകലും സ്വസ്ഥയില്ലാത്ത അവസ്ഥയാണ്, സ്നേഹിതരും വിട്ടുമാറിക്കുന്നു, ശത്രുക്കൾ തന്റെ ദുസ്ഥിതിയിൽ സന്തോഷിക്കുകയും തനിക്കെതിരായ വാദം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ താൻ മൗനം പാലിച്ചു. ഈ വർഷത്തെ യുവന പ്രസ്ഥാനത്തിന്റെ മൗനത്തിന്റെ സൗന്ദര്യം ഇവിടെ പ്രസക്തമാണ്. തന്റെ പ്രത്യാശയും ശരണവും ദൈവം മാത്രമാണ്. അതുകൊണ്ട് ദൈവസമക്ഷം തന്റെ പാവം ഏറ്റുപറയുന്നു. തന്റെ അകൃത്യത്തെക്കുറിച്ച് ആഴമായി പശ്ചാത്താപമുണ്ട്. അവസാനമായി പ്രാർത്ഥിക്കുകയാണ്, എന്റെ രക്ഷയാവും ദൈവമേ, എന്റെ സഹായത്തിന് വേഗം വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പാപികളാണെന്ന് നിങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.